നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത് തൈറോയിഡിനെ കുറിച്ചാണ്. അപ്പോൾ നമ്മൾ നോക്കിയാൽ മനസ്സിലാവും നമുക്കിടയിലുള്ള ഒരുപാട് പേര് ഇന്ന് തൈറോയിഡുമായിട്ട് ബന്ധപ്പെട്ട ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. അയഡിൻ ഡെഫിഷ്യൻസി കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളാണെങ്കിൽ, അല്ലെങ്കിൽ അയഡിൻ ഡെഫിഷ്യൻസി കൊണ്ട് തൈറോയിഡിൻ്റെ ഇഷ്യൂസ് അനുഭവിക്കുന്ന ആളുകളാണെങ്കിൽ ഇത്തരക്കാർ ക്രൂസിഫറസ് വെജിറ്റബിൾസ് കഴിക്കുമെന്ന് പറയാറുണ്ട്. ഇത്തരം കാര്യം ശ്രദ്ധിക്കുന്നത് വഴി നമുക്ക് തൈറോയിഡിൻ്റെ യഥാർത്ഥമായിട്ടുള്ള കാരണം കണ്ടെത്താനും നമുക്കൊരു പരിധി വരെയൊക്കെ മാനേജ് ചെയ്തുകൊണ്ട് തൈറോയിഡിൻ്റെ മെഡിസിൻസ് പരമാവധി ഒഴിവാക്കാൻ നമുക്ക് സാധിക്കും. ഞാൻ ഡോക്ടർ ഉമർ മുക്താർ, ഭൂമി നാച്ചുറൽ കെയർ വെൽനസ്സിലെ യുനാനി ഡിപ്പാർട്ട്മെൻറ്റ് കൺസൾട്ടൻ്റ് ആണ്. നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത് തൈറോയിഡിനെ കുറിച്ചാണ്. അപ്പോൾ നമ്മൾ നോക്കിയാൽ മനസ്സിലാവും നമുക്കിടയിലുള്ള ഒരുപാട് പേര് ഇന്ന് തൈറോയിഡുമായിട്ട് ബന്ധപ്പെട്ട ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. നമുക്കിടയിലുള്ള തൈറോയിഡ് പേഷ്യൻസിനെ പരിശോധിക്കുകയാണെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറയുന്ന കണ്ടീഷനാണ്. അതായത് തൈറോയിഡ് ഗ്രന്ഥിയുടെ T3 T4 ഹോർമോണുകൾ വളരെ കുറഞ്ഞ രീതിയിൽ ഉണ്ടാക്കുക, അല്ലെങ്കിൽ അതിൻ്റെ ഫംഗ്ഷൻ പ്രോപ്പറായിട്ട് നടക്കാതെ ആവശ്യമായിട്ടുള്ള അളവിൽ ഈ പറയുന്ന ഹോർമോണുകൾ ഉണ്ടാക്കാത്ത ഒരു കണ്ടീഷൻസിനെയാണ് പൊതുവെ ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറയാറുള്ളത്. ഹൈപ്പർ തൈറോയിഡിസം കമ്പാരിറ്റീവ്ലി കുറച്ച് കുറവാണ് കാണുന്നത്. ഇതിൽ T3 T4 ഈ വാല്യൂ വ്യത്യാസം വരുമ്പോൾ തന്നെ നമ്മൾ മെഡിസിൻ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങും. യഥാർത്ഥത്തിൽ തൈറോയിഡിൻ്റെ ഈ പ്രശ്നങ്ങൾ എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധി വരെയൊക്കെ മെഡിസിൻസ് ഇല്ലാത്ത നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ നോക്കുക, ഇതിനൊരു കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ, ഇപ്പോൾ തൈറോയ്ഡ് ഗ്രന്ഥി T3 T4 എന്ന് പറയുന്ന ഹോർമോൺ ഉണ്ടാക്കണമെങ്കിൽ ആദ്യം പിറ്റ്യൂട്ടറി ഗ്രന്ഥി TSH എന്ന് പറയുന്ന ഹോർമോൺ ഉണ്ടാക്കണം. അതായത് തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ, തൈറോയിഡിനെ സ്റ്റിമുലേഷൻ ചെയ്യുന്ന ഹോർമോൺ എന്നർത്ഥം. അപ്പോൾ ഈ പിറ്റ്യൂട്ടറി ഗ്രന്ഥി ഈ പറയുന്ന TSH ഹോർമോൺ ഉണ്ടാക്കിയാൽ മാത്രമേ തൈറോയ്ഡ് ഗ്രന്ഥി അതിൻ്റെ ഒരു ആഫ്റ്ററായിട്ട് T3 T4 ഉണ്ടാക്കുകയുള്ളൂ. അപ്പോൾ ആദ്യം ഹൈപ്പോതലാമസ് TSH ഉണ്ടാക്കി അത് നേരെ പോയിട്ട് ഈ പറയുന്ന പിറ്റ്യൂട്ടറി ഗ്രന്ഥിയിലുള്ള TSHനെ ആക്റ്റീവ് ആക്കും. ഈ TSH എന്ന് പറയുന്നത് നേരെ പോയി തൈറോയിഡിൽ വന്ന് T3 T4നെ ആക്റ്റീവ് ആക്കും. അപ്പോൾ ഇതിൻ്റെ എവിടെ മിസ്റ്റേക്ക് സംഭവിച്ചാലും പ്രോപ്പറായിട്ട് പറയുന്ന T3 T4 എന്ന് പറയുന്ന ഹോർമോൺ ഉണ്ടാക്കണമെന്നില്ല. അപ്പോൾ ഒരു പക്ഷേ ഈ ഹൈപ്പോതലാമസിനുള്ള പ്രശ്നം കൊണ്ടോ അതല്ലെങ്കിൽ പിറ്റ്യൂട്ടറി ഗ്രന്ഥിക്കുള്ള പ്രശ്നം കൊണ്ടോ ആയിരിക്കും T3 T4 കുറയുന്നത്. തൈറോയ്ഡ് ഗ്രന്ഥി T3 T4 ഹോർമോൺ ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ പിറ്റ്യൂട്ടറി അതെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഹൈപ്പോതലാമസൊക്കെ കൃത്യമായിട്ട് ഈ പറയുന്ന റിലീസിങ് ഹോർമോൺ ഉണ്ടാക്കേണ്ടതുണ്ട്. അതിന് അത്യാവശ്യമായിട്ട് വേണ്ടത് സിങ്ക് എന്ന് പറയുന്ന മൂലകമാണ്. സിങ്കിൻ്റെ പ്രശ്നം കൊണ്ടുണ്ടാവുന്ന തൈറോയ്ഡ് ഇഷ്യൂസ് ആണെങ്കിൽ സിങ്ക് എന്ന് പറയുന്ന മൂലകം നമ്മൾ കഴിക്കുന്ന വഴി അല്ലെങ്കിൽ അത് അഡ്മിനിസ്ട്രേഷൻ ചെയ്യുന്ന വഴി നമുക്കത് കൃത്യമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും. നമുക്ക് ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള ഫ്ലാക്സീഡ് എന്ന് പറയുന്ന ചണവിത്ത് നല്ല സിങ്കിൻ്റെ എമൗണ്ട് കൂടിയിട്ടുള്ള ഒരു ഡയറ്റാണ്. അപ്പോൾ അത് കൃത്യമായിട്ട് കഴിക്കുന്ന വഴി സിങ്കുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്ന തൈറോയ്ഡ് ഇഷ്യൂസ് നമുക്ക് മാറ്റാൻ കഴിയും. ഈ സിങ്കിന് തന്നെ മറ്റൊരു പ്രത്യേകത കൂടെയുണ്ട്. നമ്മൾ തൈറോയ്ഡ് ഗ്രന്ഥി ഉണ്ടാക്കുന്ന T3 T4 എന്ന് പറയുന്ന ഹോർമോൺസ്, ഇതിൽ T4 എന്ന് പറയുന്നത് ഒരു കൃത്യമായിട്ടുള്ള ആക്റ്റീവ് ഫോം അല്ല. ഇതിനെ T3 ആയിട്ട് കൺവേർട്ട് ചെയ്യേണ്ടതുണ്ട്. ഈ പണി നടക്കുന്നത് ലിവറിൽ വെച്ചിട്ടാണ്. അപ്പോൾ ഈ കൺവേർഷനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു മൂലകം കൂടിയാണ് സിങ്ക് എന്ന് പറയുന്ന ഒരു മൂലകം. സിങ്ക് പ്രോപ്പറായിട്ട് ഇല്ലെങ്കിൽ T4ൻ്റെ എമൗണ്ട് കൂടാനും അത് കൃത്യമായിട്ടുള്ള എമൗണ്ടിൽ അല്ലെങ്കിൽ അത് T3 ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടാൻ ചാൻസ് കുറവാണ്. അപ്പോൾ ഇത്തരം ഇഷ്യൂസൊക്കെ ഉണ്ടാകുമ്പോൾ തന്നെ തൈറോയിഡിൻ്റെ പ്രശ്നങ്ങൾ സംഭവിക്കാൻ ചാൻസ് കൂടുതലാണ്. തൈറോയ്ഡ് ഗ്രന്ഥികൾ T3 T4 കൃത്യമായിട്ട് ഉണ്ടാക്കണമെങ്കിൽ അയൺ എന്ന് പറയുന്ന മൂലകത്തിൻ്റെ എമൗണ്ട് കൃത്യമായിട്ട് അളവിൽ വേണം. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഒരു പക്ഷേ ഈ തൈറോയ്ഡ് പേഷ്യൻസിന് മുടി കൊഴിച്ചിൽ അല്ലെങ്കിൽ നഖം പെട്ടെന്ന് പൊട്ടിപ്പോകുന്നൊരവസ്ഥ, അതുമല്ലെങ്കിൽ ഒരു കാരണമില്ലാതെ ക്ഷീണമൊക്കെ സംഭവിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ അയണിൻ്റെ കുറവ് കൊണ്ടെങ്കിൽ സംഭവിക്കുന്നുണ്ടാവുക. അപ്പോൾ നമ്മൾ ഫെറിറ്റിൻ ചെക്ക് ചെയ്യുകയാണെങ്കിൽ അതിൽ ലോ ആണെങ്കിൽ അയൺ സപ്ലിമെൻറ്റ്സ് കൃത്യമായിട്ട് കഴിക്കുന്ന വഴി അതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്ന തൈറോയ്ഡ് ഇഷ്യൂസ് നമുക്ക് പരിഹരിക്കാൻ പറ്റും. ഇതേപോലെ കുറച്ച് കാലങ്ങൾ മുന്നേ വരെ ഗോയിറ്റർ എന്ന് പറയുന്ന അസുഖം നമുക്കുള്ള ഫെമിലിയർ ആയിരുന്നു, നമ്മുടെ തൈറോയ്ഡ് ഗ്രന്ഥി വീർത്തുവരുന്ന അവസ്ഥ. ഇത് അയഡിൻ ഡെഫിഷ്യൻസി കൊണ്ടാണ് സംഭവിച്ചിരുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സിങ്ക് എന്ന് പറയുന്ന ഒരു എലമെൻറ്റ്, അയൺ ഇരുമ്പിൻ്റെ അംശം, ഇതിനൊപ്പം തന്നെ നമ്മൾ നിർബന്ധമായിട്ടും തൈറോയ്ഡ് ഗ്രന്ഥി പ്രോപ്പർ ഫംഗ്ഷനിങ് ചെയ്യാൻ വേണ്ട ആവശ്യമായിട്ടൊരു മൂലകമാണ് അയഡിൻ. അയഡിൻ മൂലകം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ അകത്തുകൂടിയാണ് പ്രധാനമായിട്ടും ലഭിക്കുന്നത്. ഇത് നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് താരതമ്യേന വളരെ കുറഞ്ഞ രീതി മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് കുറച്ച് കാലം മുന്നേ വരെ ഗോയിറ്റർ എന്ന് പറയുന്ന അയഡിൻ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാവുന്ന തൈറോയ്ഡ് വീക്കം കൂടിയതിന് ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് അയഡൈഡ് സാൾട്ടുകൾ വിപണിയിൽ ഇറങ്ങുകയും നമ്മളെല്ലാം ഇപ്പോൾ ഉപയോഗിക്കുന്ന അയഡൈഡ് സാൾട്ട് വഴി നമുക്ക് പ്രോപ്പറായിട്ടുള്ള അയഡിൻ എന്ന് പറയുന്ന മൂലകം നമ്മൾ കിട്ടാൻ തുടങ്ങി. അപ്പോൾ അതുവഴി ഉണ്ടായിട്ടുള്ള തൈറോയ്ഡ് ഇഷ്യൂസൊക്കെ ഒരു പരിധിവരെയൊക്കെ പരിഹരിക്കാൻ പറ്റിയിട്ടുണ്ട്. അയഡിൻ ഇതേപോലെ കൃത്യമായിട്ട് അളവിൽ നമ്മുടെ ശരീരത്തിൽ ഇല്ലെങ്കിൽ തൈറോയ്ഡ് ഇഷ്യൂസ് വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ സിങ്ക് എന്ന് പറയുന്ന ഒരു എലമെൻറ്റ്, അയൺ എന്ന് പറയുന്ന മറ്റൊരു മൂലകം, അയഡിൻ എന്ന് പറയുന്ന മൂന്നാമതൊരു മൂലകം. അപ്പോൾ ഈ കൃത്യമായിട്ടുള്ള എമൗണ്ടുകളിൽ മൂലകങ്ങളില്ല എങ്കിൽ തൈറോയിഡിൻ്റെ ഫങ്ഷൻസ് പ്രോപ്പറായിട്ട് നടക്കണമെന്നില്ല. അത് തൈറോയിഡിൻ്റെ ഹൈപ്പോതൈറോയിഡിസത്തിലേക്ക് വഴിവെച്ചേക്കാം. അയഡിൻ ഡെഫിഷ്യൻസി കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളാണെങ്കിൽ, അല്ലെങ്കിൽ അയഡിൻ ഡെഫിഷ്യൻസി കൊണ്ട് തൈറോയിഡിൻ്റെ ഇഷ്യൂസ് അനുഭവിക്കുന്ന ആളുകളാണെങ്കിൽ ഇത്തരക്കാർ ക്രൂസിഫറസ് വെജിറ്റബിൾസ് കഴിക്കുമെന്ന് പറയാറുണ്ട്. ക്രൂസിഫറസ് വെജിറ്റബിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന ബ്രക്കോളി, അതുപോലെ കോളിഫ്ലവർ, ക്യാബേജ് ഒക്കെ പോലത്തെ വെജിറ്റബിൾസ്. ഇത് അയഡിൻ അബ്സോർപ്ഷനെ ഒരു പരിധി വരെയൊക്കെ ബ്ലോക്ക് ചെയ്യാറുണ്ട്.
അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകൾ പച്ചക്ക് ഈ പറയുന്ന ഈ ക്രൂസിഫറസ് വെജിറ്റബിൾസ് കഴിക്കരുത്. ഇവർക്ക് വേണമെങ്കിൽ അത് വേവിച്ച് കഴിക്കാവുന്നതാണ്. അപ്പോൾ വേവിച്ച് കഴിക്കുന്നതിലൂടെ ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ തന്നെ പരിഹരിക്കപ്പെടുകയും ചെയ്യും. നമ്മുടെ ശരീരത്തിനകത്ത് വേംസ് ഉണ്ടെങ്കിൽ അയേണിൻ്റെ പ്രോപ്പറായിട്ടുള്ള മെറ്റബോൾസ് നടക്കണമെന്നില്ല. അപ്പോൾ നമുക്ക് തൈറോയ്ഡ് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരു പക്ഷേ വേംസ് കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിനകത്ത് ഈ പറയുന്ന കൃമികീടങ്ങൾ അല്ലെങ്കിൽ ഈ പാരസൈറ്റ്സ് ഒക്കെ ഉള്ളത് കൊണ്ടായിരിക്കും തൈറോയിഡിൻ്റെ ഫംഗ്ഷനിങ് പ്രോപ്പർ നടക്കാത്തത്. സിങ്ക്, അയഡിൻ, അയേൺ തുടങ്ങിയിട്ടുള്ള എലമെൻറ്റ്സ് നമ്മുടെ ശരീരത്തിനകത്ത് പ്രോപ്പറായിട്ട് ഉണ്ട് നമ്മൾ ഉറപ്പ് വരുത്തുമ്പോൾ തന്നെ നമ്മുടെ തൈറോയിഡിൻ്റെ ഒട്ടുമിക്ക പ്രശ്നങ്ങളും ഇതേപോലെ മാറുന്നിട്ട് കാണാൻ കഴിയും. ഇതേപോലെ എസെൻഷ്യൽ ആയിട്ടുള്ള മറ്റൊരു എലമെൻ്റാണ് സെലേനിയം. സിങ്കും സെലേനിയം ഒരുമിച്ചാണ് പറയാറുള്ളത്. സെലേനിയം എന്ന് പറയുന്ന ഈ പറയുന്ന മൂലകം ഇതേപോലെ വളരെയധികം എസെൻഷ്യൽ ആയിട്ടുള്ള തൈറോയിഡിൻ്റെ ഫംഗ്ഷൻസ് പ്രോപ്പർ നടക്കാനും T3 T4 ആക്ടിവേഷൻ ഫോമിലേക്ക് മാറ്റാനും അത് പ്രോപ്പർ പ്രൊഡക്ഷൻ ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു എലമെൻ്റാണ്. സെലേനിയത്തിൻ്റെ എമൗണ്ട് കൃത്യമായിട്ട് ശരീരത്തിൽ ഇല്ല എങ്കിൽ ഈ പറഞ്ഞ ബുദ്ധിമുട്ട് കാണാൻ കഴിയും. മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എലമെൻറ്റ് അല്ലെങ്കിൽ ഒരു വിറ്റാമിൻ എന്ന് പറയുന്നത് വിറ്റാമിൻ ഡി ആണ്. വിറ്റാമിൻ ഡി ഡെഫിഷ്യൻസിയുള്ള ഒരാളാണെങ്കിൽ ഇവർക്ക് തൈറോയ്ഡ് ഇഷ്യൂസ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഇതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിറ്റാമിൻ ഡി നമ്മുടെ ഇമ്മ്യൂണിറ്റിനെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. വിറ്റാമിൻ ഡി എമൗണ്ട് കുറയുകയാണെങ്കിൽ അത് മെല്ലെ മെല്ലെ നമുക്ക് ഇമ്മ്യൂണിറ്റി കുറയാനും ഈ ഇമ്മ്യൂണിറ്റി കുറഞ്ഞത് വഴി ഇത് മെല്ലെ ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻസിലേക്ക് വഴിവെക്കാൻ ചാൻസ് കൂടുതലാണ്. നമ്മൾ ഹൈപ്പോ തൈറോയിഡിസം പിന്നെ പരിശോധിക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് ഹാഷിമോട്ടോ തൈറോയിഡിസ് എന്ന് പറയുന്ന ഒരു ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷനായിട്ടാണ് ഇന്ന് കൂടുതൽ കാണാൻ കഴിയുക. ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരം നമുക്ക് തന്നെ തിരിയുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ ഈ ഹൈപ്പോ തൈറോയിഡിസമാണ് ഏറ്റവും കൂടുതൽ കാണുന്നത്. അതിൽ തന്നെ ഹാഷിമോട്ടോ തൈറോയിഡിസ് എന്ന് പറയുന്ന ഒരു അസുഖമാണ് ഏറ്റവും കൂടുതൽ കാണുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെ മനസ്സിലാക്കുന്നുള്ളതാണ്. പൊതുവേ നമ്മൾ തൈറോയ്ഡ് വന്നു കഴിഞ്ഞാൽ ചെക്ക് ചെയ്യുന്നത് T3 T4 അല്ലെങ്കിൽ TSH എന്ന് പറയുന്ന തൈറോയ്ഡ് പ്രൊഫൈലാണ്. ഹാഷിമോട്ടോ തൈറോയിഡിസ് പോലത്തെ കണ്ടീഷൻസ് ഒക്കെ ആണെങ്കിൽ നമുക്കൊരു പക്ഷേ ഇതിലൂടെ മനസ്സിലാവണം സാധിച്ചോളണമെന്നില്ല. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ഇതിൻ്റെ ആൻറ്റിബോഡീസ് ആണ്. ആൻറ്റി-TPO, ആൻറ്റി-TG തുടങ്ങിയിട്ടുള്ള ആൻറ്റിബോഡീസ് നമ്മുടെ ശരീരത്തിനകത്ത് പ്രസൻറ്റ് ആണോ ചെക്ക് ചെയ്യുന്നത് വഴി മാത്രമേ നമുക്കിത് ഓട്ടോഇമ്യൂൺ കണ്ടീഷനാണോ അല്ലെങ്കിൽ ഹാഷിമോട്ടോ തൈറോയിഡിസ് ആണോ എന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അപ്പോൾ പൊതുവേ നമ്മൾ എല്ലാവരും T3 T4 TSH ചെക്ക് ചെയ്തിട്ട് ഇത് നോർമലാണ്, തൈറോയിഡ് പ്രശ്നമില്ല എന്ന് പറയാറുണ്ടെങ്കിൽ പോലും ചില കണ്ടീഷൻസിൽ ഈ ആൻറ്റി-TPO, ആൻറ്റി-TG ഒക്കെ പോലത്തെ ഈ ആൻറ്റിബോഡീസിൻ്റെ എമൗണ്ട് കൂടുതലായിട്ട് കണ്ടിട്ടുണ്ട്. എണ്ണം പറഞ്ഞ ചില കേസുകളിലെങ്കിലും നേരത്തെ പറഞ്ഞ പോലെ ഈ T3 ആൻറ്റി-TG, ആൻറ്റി-TPO അല്ലാതെ തന്നെ സ്കാനൊക്കെ എടുത്തു കഴിഞ്ഞാൽ തൈറോയിഡൈറ്റിസ് എന്ന് പറയുന്ന തൈറോയിഡിന് നീരുവീഴ്ച വരുന്നൊരു കണ്ടീഷനായിട്ടോ അതുമല്ലെങ്കിൽ തൈറോയിഡിൻ്റെ മേലെ നൊഡ്യൂൾസ് ചില മണികളോ അല്ലെങ്കിൽ കുരുക്കളൊക്കെ വന്ന് തൈറോയിഡിന് വല്ല ഇൻഫ്ലമേഷൻ വരുന്നതിനും കണ്ടിട്ടുണ്ട്. ഇത്തരം കേസുകളിലും തൈറോയിഡിൻ്റെ പ്രൊഡക്ഷൻ കുറയാനും ഹൈപ്പോ തൈറോയിഡിസ് എന്ന് പറയുന്ന കണ്ടീഷനിലേക്ക് വഴിവെക്കാനും ചാൻസ് ഉണ്ട്. ഇനി നമ്മൾ ശ്രദ്ധിക്കാൻ മറ്റൊരു കാര്യം, നമ്മുടെ ലിവറിൻ്റെ ഫംഗ്ഷനിങ് പ്രോപ്പർ അല്ല എങ്കിൽ നമുക്ക് തൈറോയിഡ് ഇഷ്യൂസ് കൂടാൻ ചാൻസ് വളരെയധികം കൂടുതലാണ്. ഇതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ T3 T4 എന്ന് പറയുന്ന ഹോർമോൺസിനെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. T4 ഒരു ആക്റ്റീവ് ഫോമിലല്ല ഉണ്ടാകുന്നത്. ഇതിനെ ഒരു ആക്റ്റീവ് ആയിട്ടുള്ള ഫോമിലേക്ക് മാറ്റുന്നത് ലിവറിൽ വെച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് ഫാറ്റ് ലിവർ പോലത്തെ കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ ലിവറിൻ്റെ ഫംഗ്ഷൻ സ്വാഭാവികമായിട്ട് കുറയുകയും ഈ ഒരു കൺവേർഷൻ T3 T4നെ ആക്റ്റീവ് ഫോമിലേക്ക് ആക്കി മാറ്റുന്ന ഒരു പണി പ്രോപ്പർട്ട് നടക്കാതാവുകയും ചെയ്യും. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിൽ തൈറോയ്ഡ് ഹോർമോൺസിൻ്റെ എമൗണ്ട് സ്വാഭാവികമായിട്ടും കുറയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഫാറ്റ് ലിവർ ഉണ്ടെങ്കിൽ പോലും നമ്മുടെ തൈറോയിഡിനെ ബാധിക്കാനും ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറയുന്ന കണ്ടീഷനിലേക്ക് വഴിവെക്കാനും ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനമായിട്ടും ഈ 5 കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ ശരീരത്തിനകത്ത് പ്രോപ്പറായിട്ട് അയഡിൻ ഉണ്ടെന്ന് ഉറപ്പ് വരുത്തണം, അയണിൻ്റെ എമൗണ്ട് പ്രോപ്പർട്ടെന്ന് ഉറപ്പ് വരുത്തണം. ഇതേപോലെ തന്നെ സിങ്ക്, സെലേനിയം, വിറ്റാമിൻ ഡി എന്ന് പറയുന്ന മൂലകങ്ങൾ ഇത് കൃത്യമായിട്ടുണ്ടെന്ന് നമ്മൾ ഉറപ്പ് വരുന്ന വഴി നമുക്കൊരു പരിധി വരെയൊക്കെ ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറഞ്ഞ ഇഷ്യൂ വരാതിരിക്കാൻ അത് കാരണമായേക്കാം. ഇതിൻ്റെ ഒപ്പം തന്നെ omega-3 ഫാറ്റി ആസിഡും കൂടെ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് നമുക്ക് കൃത്യമായിട്ട് കിട്ടുന്നത് ഉറപ്പ് വരുത്തേണ്ടതുണ്ട്. കാരണം ഈ പറയുന്ന കൺവേർഷൻ നടക്കുന്നതിന് omega-3 ഫാറ്റി ആസിഡ് ഒരു പരിധിവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഹെൽത്ത് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതും അനിവാര്യമാണ്. ഇപ്പോൾ നമ്മുടെ ലിവർ ഹെൽത്ത് ഓക്കെ അല്ലെങ്കിൽ ഫാറ്റ് ലിവർ ഉള്ള ആളാണെങ്കിൽ അവർക്ക് ഈ പറയുന്ന പോലെ തൈറോയിഡ് കൺവേർഷൻ നടക്കാൻ ചാൻസ് കുറവാണ്. അപ്പോൾ ഇത്തരം കാര്യം ശ്രദ്ധിക്കുന്നത് വഴി നമുക്ക് തൈറോയിഡിൻ്റെ യഥാർത്ഥമായിട്ടുള്ള കാരണം കണ്ടെത്താനും നമുക്കൊരു പരിധി വരെയൊക്കെ മാനേജ് ചെയ്തുകൊണ്ട് തൈറോയിഡിൻ്റെ മെഡിസിൻസ് പരമാവധി ഒഴിവാക്കാൻ നമുക്ക് സാധിക്കും. അപ്പോൾ ഒട്ടുമിക്ക കേസുകളിലും ഇതിലേതെങ്കിലും ഒരു എലമെൻറ്റിൻ്റെ പ്രശ്നം കൊണ്ടായിരിക്കും തൈറോയിഡ് ഇഷ്യൂസ് കാണുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചൊക്കെ മനസ്സിലും ഒരുപാട് പ്രശ്നങ്ങൾ തൈറോയിഡുമായിട്ട് ബന്ധപ്പെട്ട് ആൾക്കാർ കാണുന്നുണ്ട്. മുടി കൊഴിച്ചിൽ, ബാക്ക് പെയിൻ, മൂഡ് സ്വിങ്സ്, ഇറഗുലർ പീരീഡ്സ്, അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബോഡി പെയിൻസ് വരുന്നത്, സ്കിൻ ഇഷ്യൂസ് ഒക്കെ കാണാറുണ്ട്. നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുകയാണെങ്കിൽ ഇതിൽ ഏത് എലമെൻ്റ് ആണ് കുറവ് എന്ന് മനസ്സിലാക്കി അത് നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഡയറ്റിൽ ഉൾപ്പെടുന്നതൊക്കെ വഴി നമുക്ക് മെഡിസിൻസിന് സഹായം ഇല്ലാതെ തന്നെ ഈ തൈറോയിഡ് ഇഷ്യൂസ് പരിഹരിക്കാനും നമുക്ക് ഹെൽത്ത് ആയിട്ടിരിക്കാനും സാധിക്കും. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങളുണ്ടെങ്കിൽ നമുക്ക് താഴെ കാണാൻ നമ്മൾ ചോദിക്കാം, കമൻറ്റിൽ അറിയിക്കാം. മറ്റൊരു നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.